2 ദിവസം മുമ്പ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഈ പറയുന്ന PM ശ്രീ പദ്ധതിയിൽ സഹകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റുമായി തയ്യാറാകുകയും ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുകയാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ നടത്തിയ പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ്. മന്ത്രിസഭ ചർച്ച ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച വിഷയം മന്ത്രിസഭ അറിഞ്ഞില്ല, ഇടതുപക്ഷം അറിഞ്ഞിട്ടില്ല, CPM നേതൃത്വം സെക്രട്ടേറിയറ്റോ പോളിറ്റ് ബ്യൂറോ പോലും ചർച്ച ചെയ്യാതെ പിണറായിയുടെ ഒറ്റ ഉത്തരവിന് വിധേയമായിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഈ പറയുന്ന PM ശ്രീയിൽ ഒപ്പിട്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്ത്യയിലാകെ ഫാസിസം ആഞ്ഞടിക്കുമ്പോഴും കേരളവും തമിഴ്നാടും നമുക്കറിയാം എന്നും തിരിഞ്ഞു നിന്ന സംസ്ഥാനമാണ്. കഴിഞ്ഞ 15 വർഷമായി പശ്ചിമ ബംഗാളും അതേ മതേതരത്വ പാത പിന്തുടരുന്ന ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളാണ്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം സംസ്ഥാന ഗവൺമെൻറ് വിദ്യാഭ്യാസ മന്ത്രി എടുത്തിരിക്കുന്നത്. ഇന്നലെ പത്രക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വൈകുന്നേരം നടത്തിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പത്രപ്രവർത്തകരായ നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി തിരിച്ചു ചോദിച്ചത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് എന്താണ് കുഴപ്പം? ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യം പുള്ളി തിരിച്ചു ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ തിരിച്ചു പറയുന്നുണ്ട്, ഞങ്ങളല്ലല്ലോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കുഴപ്പമുണ്ടെന്നും അത് രാജ്യത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതുന്നതാണെന്നും ഒരു കാരണവശാലും അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും അതിന് പ്രസിദ്ധീകരണങ്ങൾ നടത്തിയതും പത്രസമ്മേളനങ്ങൾ നടത്തിയതും ഇന്ത്യയിലാകെ പ്രചരണം നടത്തിയതും നിങ്ങൾ തന്നെയല്ലേ, നിങ്ങളുടെ പാർട്ടിയല്ലേ എന്ന് തിരിച്ച് മാധ്യമപ്രവർത്തകർ മന്ത്രിയോട് ചോദിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതിവിശേഷം. ഞാൻ 1 വർഷം മുമ്പ് ഈ ഗവൺമെൻറ്റിനെതിരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ഒപ്പം നിന്ന് ആ ഗവൺമെൻറ്റിൻ്റെ ജനപ്രതിനിധിയായി കേരളത്തിൻ്റെ നിയമസഭയിൽ നിന്ന് ഇറങ്ങി വരാനുണ്ടായ സാഹചര്യങ്ങൾ, അന്ന് ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും കേരളത്തിൽ വർഗീയവൽക്കരണം, ഫാസിസം, പോലീസിൻ്റെ അകത്തെ വിഭാഗീയത, അവിടെ നടക്കുന്ന വർഗീയവൽക്കരണം, മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര BJP ഗവൺമെൻറ്റും നേതൃത്വവുമായിട്ടുള്ള ബന്ധങ്ങൾ, ആ അധാർമിക ബന്ധങ്ങൾ, വരാനിരിക്കുന്ന ഇതിൻ്റെ പരിണിത ഫലങ്ങൾ കേരളത്തിലെ പൊതുപ്രവർത്തകർക്കും സഖാക്കൾക്കുൾപ്പെടെ സർക്കാരിൽ നിന്ന്, പ്രത്യേകിച്ച് പോലീസിൽ നിന്ന് നീതി കിട്ടുന്നില്ല, ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള വർഗീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അന്ന് പറഞ്ഞത് ഓരോന്നും ഇവിടെ അടിവരയിടുകയാണ്. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്കറിയാം, ശ്രീമതി മമതാ ബാനർജി എടുത്തു വരുന്ന നിലപാട് ഇന്ന് വരെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും കേന്ദ്രത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് പശ്ചിമ ബംഗാളിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് അവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതിയെ സമീപിക്കാനും സമീപിച്ചതിൽ അനുകൂലമായ നിലപാട് നമ്മുടെ മുന്നിൽ തന്നെ, കേരളത്തിന് മുന്നിൽ തന്നെ 6 മാസം മുമ്പുണ്ട്. GSTയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾക്ക് കിട്ടാനുള്ള വിഹിതം കിട്ടാതെ ആയപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അന്ന് നൽകിയ ഉത്തരവ് നിങ്ങൾക്കറിയാം, 12,000 കോടി രൂപ അടിയന്തരമായി നൽകാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പണം ലഭിച്ചൊരു ഗവൺമെൻറ്റാണ്. അനുഭവങ്ങളുണ്ട്. പക്ഷേ ഈ സാഹചര്യങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടായിട്ടും ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ ഡയറക്റ്റായി പോയിട്ട് 1,500 കോടി റുപ്യ കിട്ടും എന്ന കണക്കാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാരെ പറ്റിക്കാനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നമ്മുടെ ഒരു വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 1,96,000 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ്.
1,96,000 കോടി രൂപ ഒരു ഗവൺമെൻറ് ഒരു വർഷത്തിൽ ഒരു സംസ്ഥാനത്ത് ചെലവഴിക്കാൻ ശേഷിയുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഈ 1,96,000 കോടിയുടെ എത്ര ശതമാനമാണ് 1,500 കോടി? വെറും 0.6% ആണ്. ഒരു ബഡ്ജറ്റിൻ്റെ 1% പോലും വരാത്ത തുച്ഛമായ ഒരു സംഖ്യക്ക് കേരളത്തിലെ മതേതര സമൂഹത്തെ ഒറ്റയടിക്ക് തൂക്കി വിറ്റു പിണറായി ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഈ 1,500 കോടി നേടാനാണോ? അതല്ല, കേന്ദ്ര ഗവൺമെൻറ്റുമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പിണറായി വ്യക്തിപരമായി ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് ഭാഗമായിട്ടാണോ ഈ പറയുന്ന ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്? നമ്മൾ പരിശോധിക്കണം. ഇതിൻ്റെ തൊട്ട് മുമ്പാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകുന്നത്. ഡൽഹിയിൽ പോയിട്ട് മുഖ്യമന്ത്രി കണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്. എന്തിനാണ് ആഭ്യന്തരമന്ത്രിയെ കണ്ടത് എന്ന് ഇതുവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ പോയി കാണാറുള്ളത് നമുക്കറിയാം. എന്ത് സാഹചര്യത്തിലാണ്? സംസ്ഥാനത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഒരു സംസ്ഥാനത്തുണ്ടാകുമ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായം തേടാനും കാര്യങ്ങൾ വിശദീകരിക്കാനും സംസ്ഥാന മുഖ്യമന്ത്രിമാർ ചില ഘട്ടത്തിലൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിട്ടില്ല. മാത്രമല്ല, അതിൽ പ്രത്യേകം നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിമാരെ കാണാറുള്ളത് എവിടെയാണ്? ഓഫീസിലാണ്. ഓഫീസിൽ പോയിട്ടല്ല കണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലെ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ കേരളത്തിൻ്റെ ഗവർണറെയും കൂട്ടി കേരള ഹൗസിൽ കേന്ദ്ര സാമ്പത്തിക ഫൈനാൻസ് മിനിസ്റ്റർക്ക് നൽകിയ സ്വീകരണം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വരുന്ന, അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വ്യക്തമായും പച്ചയായും RSSുമായും BJPയുമായും ഈ പറയുന്ന പിണറായി ഗവൺമെൻറ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ 1-2 വർഷമായി നടത്തി വരുന്ന അവരുടെ എന്താ പറയുക അധാർമികമായ രാഷ്ട്രീയ ബന്ധം, അതിന് അടിവരയിടുന്നതാണ് അവസാനമായി ഈ PM ശ്രീയിൽ സംസ്ഥാന ഗവൺമെൻറ് ഒപ്പുവെച്ചത് എന്ന് കേരളം തിരിച്ചറിയുകയാണ്. ഇതിനെതിരെയുള്ള കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൻ്റെ വികാരം, കേരളത്തിൽ വരാനിരിക്കുന്ന ഒരു മാസം കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ മതേതര സമൂഹം, കേരളത്തിലെ പൊതുസമൂഹം വ്യക്തമായും രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിൻ്റെ മതനിരപേക്ഷത നിലനിർത്താൻ, നമ്മുടെ സംസ്കാരം, മലയാളിയുടെ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷത നിലനിർത്താൻ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ, ഈ പിണറായിസത്തിനെതിരെ കേരളത്തിൽ വോട്ട് ചെയ്യും എന്ന കാര്യം വളരെ വ്യക്തമാണ്. ആ പോരാട്ടത്തിൻ്റെ മുന്നിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിനെതിരെ ഇവിടെ സമരം നയിക്കുന്ന UDF സംവിധാനത്തെ സഹായിക്കുന്ന നിലപാട് സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് നിലപാടെടുക്കും. അതുമായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും.